സായാഹ്നം പോലെ സുന്ദരമാണ് വാർദ്ധക്യം. അത് അലസമായി വിശ്രമിക്കാനുള്ളൊരു സമയമല്ല, മറിച്ച് അടുക്കോടും ചിട്ടയോടും വ്യായാമവും ഉല്ലാസവും ദൈവവുമായിട്ടുള്ള നല്ല ബന്ധവും മറ്റുള്ളവരോട് നല്ല ബന്ധവും പുലർത്തി കുടുംബത്തോട് നല്ല യോജിച്ചു പോകുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടമാണ് വാർദ്ധക്യം. ജീവിതത്തിലെ ഒരു തിരിഞ്ഞുനോട്ടത്തിൻ്റെ കാലഘട്ടമാണ് വാർദ്ധക്യം. നമ്മൾ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ജീവിതത്തിൽ അർത്ഥവത്തായി ജീവിച്ചെങ്കിൽ ജീവിതത്തെക്കുറിച്ച് നല്ല സംതൃപ്തി തോന്നി വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുവാൻ നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാണ് വാർദ്ധക്യം. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല, മനുഷ്യനൊരു നിതാന്ത ജീവിയാണ്. ഈ ഭൂമിയിലെ തൻ്റെ ദൗത്യം കഴിഞ്ഞ് തന്നെ അയച്ചവനിലേക്ക് തിരിച്ചു പോവുകയും അവിടെ ആ നിത്യമായ തൻ്റെ ഉടമസ്ഥനോടൊപ്പം തൻ്റെ സൃഷ്ടാവിനോടൊപ്പം ജീവിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തന്നെ ഒരുക്കുന്ന കാലഘട്ടമാണ് വാർദ്ധക്യം. അങ്ങനെ ജീവിതത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക് പോകാനുള്ള ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമായി കാണുന്നവരെ സംബന്ധിച്ചോളം മരണം അന്തിമോ നിരാശാത്മകമോ ഒന്നുമല്ല, മറിച്ച് ഒരു വലിയ പ്രയാണത്തിൻ്റെ നാന്ദി കുറിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വാർദ്ധക്യത്തെ കാണുന്നത്. അങ്ങനെയുള്ളവർ എപ്പോഴും ഭക്തിവിശ്വാസമുള്ളവരായിരിക്കും. അവർ പതുക്കെ ഈ ലോകത്തിലെ അവരുടെ ദൗത്യങ്ങളൊക്കെ അവസാനിച്ച് അതിൻ്റെ അടുത്ത ഘട്ടം പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയമാണ്. വാർദ്ധക്യത്തിന് പല ഘട്ടങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് പൊതുവെ 60 കഴിഞ്ഞവരാണ് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത്. അത് യൂറോപ്പിലോ അമേരിക്കയിലോ ആണെങ്കിൽ 65 കഴിഞ്ഞ കാലഘട്ടത്തെയാണ് വാർദ്ധക്യ കാലഘട്ടമായിട്ട് കരുതുന്നത്. നമ്മുടെ ദൈനംദിനമുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ജീവിതം ഒരു വിശ്രമത്തിലേക്ക് പോവുകയും ഒരു വിലയിരുത്തലിൻ്റെ കാലഘട്ടമായിട്ടാണ് മനഃശാസ്ത്രജ്ഞർ അതിനെ കാണുന്നത്. ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി അർത്ഥവത്തായി ജീവിച്ചെങ്കിൽ തൻ്റെ ഭൂമിയിലേക്ക് വന്ന ദൗത്യം എന്തോ തിരിച്ചറിഞ്ഞ് അത് ക്രിയാത്മകമായി ഉപയോഗിച്ചെങ്കിൽ വളരെ സംതൃപ്തി തരുന്ന സന്തോഷം തരുന്നൊരു കാലഘട്ടമാണ് വാർദ്ധക്യം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ വേണ്ടി നമ്മൾ ഒരുങ്ങണം. അത് ശൈശവം പോലെ, ബാല്യം പോലെ, കൗമാരം പോലെ, മധ്യവയസ്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാലഘട്ടമാണ് വാർദ്ധക്യം. സ്വാഭാവികമായ ജീവിതം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാർദ്ധക്യത്തിൻ്റെ ആ ഘട്ടം കൂടെ പിന്നിടേണ്ടി വരും. അപ്പോൾ ഇത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. ആ പ്രായത്തിൽ നമ്മുടെ വളർച്ച അവസാനിക്കുന്നില്ല, വളർച്ച ആന്തരികമാണെന്ന് മാത്രമേ ഉള്ളൂ. ബാഹ്യമായ മനുഷ്യൻ്റെ വികസനങ്ങളൊക്കെ കുറഞ്ഞ് അവൻ കൂടുതലും ആന്തരികമായി വളരുന്നൊരു പ്രായമാണ് വാർദ്ധക്യം. അപ്പോൾ കൗമാരത്തിലാണല്ലോ നമ്മൾ ശാരീരികമായിട്ടൊക്കെ വളരുന്നതും നമ്മൾ വലുതാകുന്നത്. അതേസമയം വാർദ്ധക്യത്തിൽ നമ്മുടെ വളർച്ചയൊക്കെ അവസാനിച്ച് പതുക്കെ നമ്മുടെ ശരീരമായാലും ബാഹ്യ വ്യക്തിത്വമായാലും ഒരു ക്ഷയിക്കുന്ന ലെവലിലേക്ക് പോവുകയും എന്നാൽ നമ്മുടെ മനസ്സും ആത്മാവും ആ പ്രായത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. നമ്മൾക്ക് സ്നേഹത്തിലും വിശ്വാസത്തിലും പ്രത്യാശയിലും ഒക്കെ ഈ സ്റ്റേജിൽ വളരാൻ പറ്റും. നമ്മുടെ ആന്തരിക വളർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് കൂടുതൽ ത്വരിതമായിട്ട് നടക്കുന്നൊരു പ്രായമാണ് വാർദ്ധക്യം. അപ്പോൾ നമ്മൾ ഈ യാഥാർത്ഥ്യം അംഗീകരിക്കണം. വാർദ്ധക്യം ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അംഗീകരിക്കണം. അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണം. അപ്പോൾ നമ്മൾ യൗവനത്തിലോ മധ്യവയസ്കരോ ചെയ്ത ക്രിയാത്മകമായ വളരെ സജീവമായ ജീവിതത്തിലെ പല ചുമതലകളിൽ നിന്നും പതുക്കെ റിലീവായി ഒന്നും ചെയ്യാതിരിക്കുമല്ല, മറിച്ച് പുതിയൊരു താളം ജീവിതത്തിൽ കണ്ടെത്തുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പൊതുവെ ദൈനംദിന വലിയ ആരോഗ്യ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ശാരീരികമായ വലിയ അധ്വാനമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പതുക്കെ നമ്മൾ പിന്മാറുകയും പതുക്കെ കുറച്ചുകൂടെ ആയാസരഹിതമായ കുറച്ചുകൂടെ സന്തോഷകരമായ സംതൃപ്തി തരുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ സമയവും ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും മാറ്റുന്ന ഒരു പ്രായമാണ് വാർദ്ധക്യം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ കൂടുതൽ സെൽഫ് കെയറിന് ശ്രദ്ധ കൊടുക്കേണ്ടി വരും, ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കേണ്ടി വരും.
വ്യായാമത്തിന് ശ്രദ്ധ കൊടുക്കേണ്ടി വരും, വിശ്രമം ചിലപ്പോൾ നമുക്ക് വേണ്ടി വരും, ഉല്ലാസപരമായ കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം, ഈശ്വരാഭിമുഖ്യത്തിൽ സമയം ചെലവഴിക്കണം. മാത്രമല്ല സമപ്രായക്കാരുമായ ആളുകളുമായിട്ട് നമുക്ക് സമയം ചെലവഴിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ വളരെ വാർദ്ധക്യത്തെ വളരെ സുന്ദരമാക്കും. അതേസമയം ശാരീരികമായ പല പരിമിതികളും രോഗങ്ങളും ക്ഷീണങ്ങളും ഒക്കെ കാണും. അതിനെക്കുറിച്ച് പരിഭവം പറഞ്ഞുകൊണ്ടിരുന്നാൽ, അതുപോലെ തന്നെ യൗവനത്തിലെ പോലുള്ള ആരോഗ്യം എനിക്ക് വേണം, എൻ്റെ നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി പരിഭവപ്പെടുന്നവരൊരിക്കലും സന്തോഷം അനുഭവിക്കത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ മധ്യവയസ്കരുണ്ടായിരുന്ന ആരോഗ്യവും പ്രവർത്തനശേഷിയും മന്ദീഭവിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചാലേ പറ്റും. അപ്പോൾ നമ്മൾ ആ പ്രായത്തിൽ ഓടിയതുപോലെ ഓടാനോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനോ ശ്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അതുകൊണ്ട് വാർദ്ധക്യത്തിൽ നമ്മൾ മധ്യവയസ്കർ ചെയ്തിരുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ പതുക്കെ നമ്മൾ കുറച്ചിട്ട് കുറച്ചുകൂടെ ശാന്തമായൊരു ജീവിതം, അതേസമയം ആ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ പ്രവർത്തികളിൽ നിന്നും നിവർത്തനാകണമെന്നില്ല, മറിച്ച് ആ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യണം. നമ്മളെക്കാളും വാർദ്ധക്യമുള്ള ആളുകളുമായിട്ട് സമയം ചെലവഴിക്കാം. നമ്മളെക്കാളും വീക്കായിട്ടുള്ളവർക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്യാം. വാർദ്ധക്യത്തിൽ ചിലർക്ക് 60 വയസ്സിൽ നല്ല ആരോഗ്യം, റിട്ടയർഡ് ആകുമ്പോഴും നല്ല ആരോഗ്യമുള്ളവരാണ്. അവർക്ക് ആ സമയത്തും മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ചുമതലകളൊക്കെ ഒരുമാതിരി നമുക്ക് റിലീവാകാൻ പറ്റും. മക്കളൊക്കെ പ്രായമായി അവരവരുടെ കുടുംബസ്ഥരായി. അപ്പോൾ നമുക്ക് ഒരു മധ്യവയസ്കരുടെ ആദ്യഘട്ടത്തിൽ കുഞ്ഞുങ്ങളെ നോക്കാനും കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനും ഉള്ള ഭാരമൊന്നും നമുക്കില്ല. കാരണം പിള്ളേർ ഒക്കെ സെറ്റിലായി. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് കുടുംബത്തോടുള്ള കടപ്പാടുകൾ കുറയുകയും ആ സമയത്ത് കൂടുതൽ സമയവും പണവും നമുക്ക് ദൈവത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ചെലവഴിക്കാനും നമുക്ക് മുകളിൽ പോയാൽ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ ആ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ യൗവനത്തിലെ പോലെ തന്നെ അല്ലെങ്കിൽ മധ്യവയസ്കരെ പോലുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ടയർഡാകുകയും വീക്കാകുകയും അത് നിങ്ങളുടെ മനസ്സിന് വലിയ സ്ട്രെസ്ഫുൾ ആകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പ്രായത്തിൽ എടുക്കാവുന്ന കാര്യങ്ങളെ എടുക്കാവൂ. ഉദാഹരണമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക, കൊച്ചുമക്കളെ വളർത്തുക. നമ്മൾ 30 വയസ്സിലൊരു കുട്ടിയെ വളർത്തുന്ന പോലെ നമുക്ക് 65-70 വയസ്സിൽ നമ്മൾ കുട്ടിയെ വളർത്താൻ പോയാൽ, അതിൻ്റെ മുഴുവൻ ചുമതല എടുക്കാൻ പോയാൽ തീർച്ചയായിട്ടും അത് നമ്മളെ വല്ലാതെ എക്സ്പോസ്റ്റ് ആക്കും. അതേസമയം മക്കളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ നമുക്ക് സഹായമൊക്കെ ചെയ്യാം. അവർക്ക് ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാം, ദൈവനം അവർക്ക് പഠിപ്പിക്കാനും ആത്മീയ കാര്യങ്ങൾ ചെയ്യാനും അവരെ സഹായിക്കാം, പ്രാർത്ഥനയിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാം, ഈശ്വര കാര്യങ്ങളൊക്കെ അവരോട് പറയാം, അവർക്ക് നല്ല മാതൃകകളും പാഠങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ഒരുപക്ഷെ തിരക്കുള്ള മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ആരാധനാ സ്ഥലങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോകാം, കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും പ്രായമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ പ്രാഥമികമായി അവരെ എല്ലാ ഡിസിപ്ലിനും നമ്മൾ ഏറ്റെടുക്കാൻ പോയാൽ അത് വലിയ ഭാരമായിട്ട് മാറും. അത് നമുക്ക് 30-ാം വയസ്സിൽ ചെയ്തതുപോലെ 70-ാം വയസ്സിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എടുക്കാതെ സെക്കൻഡറി റെസ്പോൺസിബിലിറ്റി എടുക്കുകയും സപ്പോർട്ടീവായിട്ട് നിൽക്കുകയും ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ 40-50 വയസ്സിൽ നമ്മൾ ഓടിയതുപോലെ ചെയ്തതുപോലെ ഫിസിക്കലായിട്ടുള്ള അധ്വാനമൊക്കെ 70-ാം വയസ്സിൽ ചെയ്യാൻ പോയാൽ നമ്മൾ പെട്ടെന്ന് ടയർഡാകുകയും സ്ട്രെസ്ഫുള്ളാകുകയും വീക്കാകുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും പടിപടിയായി നമ്മുടെ മധ്യവയസ്കർ ചെയ്തിരുന്ന ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ പതുക്കെ അടുത്ത തലമുറയ്ക്കോ മറ്റുള്ളവർക്കോ കൈമാറി പതുക്കെ റിലീവ് ആകാൻ നമ്മൾ നോക്കണം. ഒറ്റയടിക്ക് റിലീവ് ആകുമല്ല, ഘട്ടം ഘട്ടമായിട്ട് റിലീവ് ആകും. പക്ഷേ പലർക്കും ഇതിനുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ, ഞങ്ങളങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ വാല്യൂലെസ് ആയി പോകുമോ, ഞങ്ങളെ ഒന്നിനും കൊള്ളാത്തവരായി പോകുമോ, എല്ലാവരും ഞങ്ങളെ അവഗണിക്കുമോ എന്നുള്ള ഭയം കൊണ്ടാണ് പലരും സ്വത്തായാലും ചുമതലകളായാലും വിട്ടുകൊടുക്കാൻ മടിക്കുന്നതും അതിൽ പലപ്പോഴും തൂങ്ങി നിൽക്കുന്നതും. ഇത് പലപ്പോഴും അടുത്ത തലമുറയുമായിട്ട് ഭയങ്കര സംഘർഷത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മനസ്സോടെ തന്നെ സന്തോഷത്തോടെ, ഒരിക്കൽ ഡ്രൈവ് ചെയ്തിരുന്ന ഒരു ഡ്രൈവറെ മറ്റൊരാളുടെ ഡ്രൈവിംഗ് ഏൽപ്പിച്ചിട്ട് വണ്ടിയിൽ ആയാസരഹിതമായി സഹയാത്രികനാകുന്ന ആ സുഖകരമായ അനുഭവം വാർദ്ധക്യത്തിലുള്ളവർ ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് പറ്റും? അവർക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് ഭാരവുമില്ല, അതേസമയം യാത്ര സുഖകരമായിട്ട് ആസ്വദിക്കാനും പറ്റും. ആ നിലയിലേക്കൊരു കൈമാറ്റം ചെയ്യാൻ നമ്മുടെ പ്രായമുള്ളവർക്ക് കഴിഞ്ഞാൽ സംഘർഷരഹിതമായിട്ട് ചുമതലകൾ മാറാനും
എന്നാൽ ആ പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ചുമതലകൾ, നമ്മുടെ സമപ്രായക്കാരെ വിസിറ്റ് ചെയ്യുക, തിരക്കുള്ള കാലത്ത് നമുക്ക് ബന്ധപ്പെടാൻ പറ്റാവുന്ന ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കുക, ഫോൺ വിളിച്ച ആളുകളോട് സംസാരിക്കുക, നടക്കാൻ പോവുക, പ്രായമുള്ളവരെ കൂട്ടായ്മകളിൽ പോയി പങ്കെടുക്കുക, ഈശ്വരവചനങ്ങളൊക്കെ ധ്യാനിച്ച് കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് ഈശ്വരബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തുക. അങ്ങനെ നമുക്ക് തിരക്കുള്ള സമയത്തും കുടുംബത്തിൻ്റെയും ഔദ്യോഗികമായ ചുമതലകൾ ചെയ്യുന്ന കാലത്ത് ചെയ്യാൻ കഴിയാതിരുന്ന ഒത്തിരി കാര്യങ്ങൾ സമൂഹത്തോടും കുടുംബത്തോടും ഈശ്വരനോടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ആ നിലയിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫിസിക്കലി വലിയ സ്ട്രെസ്ഫുള്ളുമല്ല, അതേസമയം നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്താൻ അത്തരം പ്രവർത്തനങ്ങൾ നമ്മളെ സഹായിക്കുകയും ചെയ്യും.